നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 158ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകനായ ശ്രീ കമുകറ പുരുഷോത്തമനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ നേരിൽ കണ്ടതും സംസാരിച്ചതും പലതവണ അദ്ദേഹത്തിൻ്റെ ലൈവ് പ്രോഗ്രാമുകൾ കേൾക്കാനിടയാവുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തെ യക്ഷിയമ്മ ആൾത്തറയുടെ മുന്നിൽ വെച്ചുള്ള ഒരു പ്രോഗ്രാമിൽ, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പ്രോഗ്രാമിൽ, അന്ന് പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി പി ലീലയും ഒക്കെ പങ്കെടുത്ത ആ ഗംഭീര പ്രോഗ്രാമിൽ രാത്രി 1 മണി വരെ പ്രോഗ്രാം കഴിയുന്നത് വരെ കാത്തു നിന്നാണ് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ ഇടയായത്. ഏകദേശം ആ രാത്രിയിൽ 1 മണിക്കൂറോളം സിനിമ അനുഭവങ്ങളെയും സിനിമയിലെ റെക്കോർഡിങ്ങിനെക്കുറിച്ചും ഇന്നത്തെ പാട്ടുകളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞു. അന്നത്തെ പ്രശസ്തരിൽ പ്രശസ്തനായ ഗായകൻ, അദ്ദേഹത്തിൻ്റെ എളിമ നിറഞ്ഞ സംഭാഷണ ചാരുത, വിനയത്തോടെയുള്ള പെരുമാറ്റം, സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തു വന്ന് കണ്ടവിടെ അദ്ദേഹം എന്നോട് ചോദിച്ച, രാത്രി 1 മണിയായല്ലോ, ഇത്രയും നേരം കാത്തുനിന്ന് എന്നെ കണ്ടവർ വളരെ ചുരുക്കമാണ് കേട്ടോ. എന്തായാലും വലിയ സന്തോഷം തോന്നി. ഇത്രയും നേരമായിട്ടും പോകാതെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് കണ്ട ശേഷവും എന്നെ കണ്ട് സംസാരിക്കണമെന്ന് പ്രോഗ്രാം ഓർഗനൈസറോട് നിങ്ങൾ പറയുകയും നിങ്ങൾ അക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്ത ഈ രാവ് മനസ്സിന് സന്തോഷം തരുന്നു. ഞങ്ങളൊക്കെ പണ്ട് പാടിയ ആ കാലഘട്ടമല്ലോ ഇന്ന്. പക്ഷേ പാട്ടുകൾ ആസ്വദിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് നിറഞ്ഞപ്പോൾ ശരിക്കും സന്തോഷമാണ് തോന്നിയത്. ആ നല്ല ഓർമ്മകളെക്കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാണുമല്ലോ.